നെയ്യാറിന് കുറുകെ പുതിയ പാലം, അത് നന്നായി. പെൺകുട്ടികൾ മുന്നിൽ. ഇത്തവണയും എൻട്രൻസ് എക്സാമിന് പെൺകുട്ടികൾ തന്നെ മുന്നിൽ. റാങ്കൊക്കെ പെൺകുട്ടികളെ കൊണ്ടുവരണം, മിടുക്കിമാർ. പദ്ധതി ചെലവ് കൂടുന്നു. പരീക്ഷ ബഹിഷ്കരിച്ച മെഡിക്കൽ വിദ്യാർത്ഥികൾ. മണി ഇവിടെ പോയി വന്നോ. എന്ത് മണി, നമുക്കൊരു വല്ലാത്ത എന്ത് പറ്റി? ഒരു ടെൻഷൻ അടിച്ചിരുന്നു. ഒന്നും പറയണ്ട. അങ്ങോട്ട് പോയപ്പോ വലിയ സന്തോഷം. നല്ല സന്തോഷത്തില് സമാധാനത്തിൽ പോയി ഭഗവാനെ തൊഴുതിട്ട് വരാന്ന് പറഞ്ഞ് പോയതാണ്. തൊഴിലൊക്കെ നടന്നു. തൊഴുത്ത് ഇറങ്ങിയപ്പോഴാണ്. എന്ത് പറ്റി പറ. നമ്മളെ കൈ നോക്കണ അമ്മച്ചി ഇല്ലേ, അവരെ കൊണ്ടൊന്ന് കൈ നോക്കിച്ചു. ചെറിയ പ്രശ്നം. എന്ത് പ്രശ്നം? ഇനി ഇത് മതി. അവരെന്ത് പറഞ്ഞു? ഇപ്പൊ ഞാൻ ഇത് രവിയേട്ടനോട് പറഞ്ഞ് രവിയേട്ടനും കൂടി ടെൻഷൻ ആവൂല്ലോ എന്ന് ആലോചിക്കുമ്പോൾ പ്രശ്നം. ഇപ്പൊ നീ പറയാത്തോണ്ടാണ് ടെൻഷൻ. കാര്യം പറ. നമ്മുടെ റിങ്കി മോളെ, അവള് വിദേശത്തേക്ക് പോകും, അവിടെ ജോലി കിട്ടും. നല്ല കാര്യല്ലേ? അതല്ല പ്രശ്നം. അവളൊരു വിദേശിയെ കല്യാണം കഴിക്കുന്നു പറഞ്ഞു. ഇവരൊക്കെ പറഞ്ഞ സംഭവിക്കാൻ പോവാണ്. നീ എവിടെ അതും കേട്ടോണ്ട് വന്ന് അവരൊക്കെ പറഞ്ഞ് നടക്കുമെന്ന്. അവരച്ഛനെ പറ്റി പറഞ്ഞ കാര്യം ഓർമ്മയുണ്ട്, ടിങ്കിമോളെ കാര്യം പറഞ്ഞ ഓർമ്മയുണ്ട്. പറഞ്ഞ കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. എനിക്ക് അതാണ് അത്യാവശ്യം വിശ്വാസം. ഇനി ആവശ്യമില്ലാതെ ചിന്തിച്ച് തലവേന ഉണ്ടാക്കി വെക്കല്ലേ മണി. ഇതൊന്നും കുഴപ്പമൊന്നുമില്ല. അവര് പറഞ്ഞു പോലും അങ്ങനെ എല്ലാ കാര്യവും നടക്കത്തൊന്നുമില്ല. ഒന്ന് രണ്ട് കാര്യം എന്തോ പറഞ്ഞൊക്കെ ശരിയായിട്ടുണ്ട്. ഇത് അങ്ങനത്തെയുള്ള കാര്യമാണോ? അവളെ ഭാവിയെ പറ്റിയുള്ളതല്ലേ? നിന്റെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ അവള് നാളെ രാവിലെ വിദേശിയെ കെട്ടാൻ പോണമല്ലേ. ഈ വിദേശം എങ്ങനെ കെട്ടുന്നതാണ്? അവൾ ഇവിടെ പഠിച്ചോണ്ടിരിക്കുന്നുള്ളൂ. വിദേശത്ത് പോയേനെ അവള്. വിധിയെ നമുക്ക് തടുക്കാൻ പറ്റില്ല രവിയേട്ട. വിധി ഉണ്ടെങ്കിൽ അത് അങ്ങനെ നടന്നിരിക്കും. നമ്മൾ എന്തൊക്കെ കാണിച്ചാലും എന്തൊക്കെ ചെയ്താലും അതെനിക്ക് ഉറപ്പാണ്. ഇനിയിപ്പൊ ഇത് മതി മണി. ഇനി ആവശ്യമില്ലാതെ ചിന്തിക്കാതെ നീ വേറെ വല്ല പണി നോക്ക്. അവള് വിദേശിയെ കെട്ടാൻ പോണ. അവള് കല്യാണമേ വേണ്ടാന്ന് പറഞ്ഞ് നടക്കുന്നവള് ഇനി വിദേശത്ത്. നീ എന്താ ഇങ്ങനെയൊക്കെ ആയിപ്പോയി? പിള്ളേരെ പറച്ചിലും പ്രവൃത്തിയും തമ്മിൽ വലിയ ബന്ധമൊന്നും ഉണ്ടാവും വിചാരിക്കില്ലേ? ഈ മതി ഉള്ള സമാധാനം പോയി കിട്ടിയല്ലോ, മൂടും പോയി. ഞാൻ നിന്റെ പല പ്രാവശ്യം പറഞ്ഞു ഇത് ഇങ്ങനെ ആലോചിച്ച് മൂഡ് ഓഫ് ആവാതെ എന്തെങ്കിലും ചെറിയ കാര്യം കിട്ടിയാൽ മതി. വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഞാനേ അതോട്ട് പോട്ട് ഇവിടെ ഇരുന്നാ ശരിയാവൂല. തൊട്ടാവാടി തന്നെ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഓടം തന്നെ അതിൽ പിടിച്ച് വിഷമിച്ചിരിക്കും. ഒരു കഷ്ടം. ഇതിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്തോ നീ. ഹലോ. അല്ല, ഭക്ഷണം ആരുണ്ടാക്കി? അമ്മയല്ലേ ഉണ്ടാക്കിയാ? ഞാൻ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടല്ല പോയത്. അച്ഛനായിരിക്കും. അച്ഛനാ? ആരുണ്ടാക്കിയെന്നൊന്നും ഞാൻ ചോദിക്കാന്നില്ല. വിശപ്പുള്ളതുകൊണ്ട് ഞാൻ അടുത്ത് തിന്നു. അച്ഛൻ തന്നെ ഉണ്ടാക്കി തരണ ആള്? അതെ, അച്ഛനൊന്നും അല്ല ഉണ്ടാക്കിയത്, ഈ ഞാനാ. ഇനി അധികം നാളൊന്നും എനിക്ക് വച്ചുണ്ടാക്കി തരാൻ പറ്റൂലല്ലോ. എന്തുവാടി പെണ്ണെ ഓരോന്ന് പറഞ്ഞു. അമ്മ, ഒരു നല്ലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഗുഡ് ന്യൂസാ? അമ്മ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അതാ ഞാൻ. അച്ഛ എവിടെ? അച്ഛൻ? അച്ഛാ, അച്ഛാ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഇത്രയും നേരം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അത് പറയാനായിട്ട്. പറയട്ടെ? എനിക്ക് UK പോകാനായിട്ടുള്ള ഗുഡ് ഓപ്പർച്യൂണിറ്റി കിട്ടി. UK. യുണൈറ്റഡ് കൊച്ചി? നോ, യുണൈറ്റഡ് കിങ്ഡം. The great UK. മഹാഭാവി, നിനക്ക് നാണം ഉണ്ടോ? ഇത്ര വലിയ സന്തോഷമുള്ള വാർത്ത കേട്ടിട്ട് അമ്മ വന്ന് ബോധശയം. അമ്മ UK എന്നാണ് പറഞ്ഞത്, വേറെ ഒന്നും പറഞ്ഞില്ല അവള്. UK. നീ എങ്ങോട്ട് പോണെന്ന് പറഞ്ഞ? സന്തോഷം കൊണ്ട് അമ്മ ബോധം കെട്ടതല്ലേ, എനിക്കത് മനസ്സിലായി. നീ എങ്ങോട്ടും പോണില്ല. എന്തോന്ന്? നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇവിടുന്ന് നിന്നെ ഒരു സ്ഥലത്തേക്ക് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്തോന്ന് അമ്മ, ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അവിടുത്തെ ജിം ഇൻസ്ട്രക്ടറായിട്ട് പോകാൻ വേണ്ടിട്ടാ വിളിച്ചിരിക്കുന്നത്. എന്റെ ക്ലയന്റ് മുഖേന ചെയ്തു തന്നതാണ് എനിക്ക്. ഇതുപോലെ ഒരു അവസരം കിട്ടൂല. അന്ന് പാസ്പോർട്ട് കോപ്പി ഒക്കെ അയച്ചു കൊടുത്തതാണ്. അത് തന്നെ അച്ഛാ. നല്ല കാര്യമല്ലേ? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് കിട്ടൂന്ന്. പക്ഷെ ഒരു മാസത്തിനകം എനിക്ക് പോണം. എന്ത് മണി? ഞാൻ പറഞ്ഞത് അവസാനത്തെ വാക്കാണ്. നീ എങ്ങോട്ടും പോണില്ല. അതെ. എന്തോന്നൊരു നല്ല കാര്യം വരുമ്പോ എന്താ എങ്ങനെ പറഞ്ഞിട്ട് പോണേ? ഞാൻ പറയണേ കേളുങ്ങ. വാ. എന്തോന്ന്? റിങ്കി, നീ പോണ്ട. ഇത് സാധാരണ ടൂറ് പോണ പോലെ അല്ല. ഇത് അവിടെ ജോലിക്കാണ് പോണത്, അവിടെ സെറ്റിൽ ആവേണ്ടി വരും. എനിക്ക് നിന്നെ കാണാതിരിക്കാനൊന്നും പറ്റൂല. ഇത് ശരിയല്ല. ഇത് കേട്ടോ, പറ്റൂല.
ഇവള് ചുമ്മാ പറയണേ. പിന്നെ മോളെ നീ വിഷമിക്കാതിരിക്കേ, ഞാൻ പറഞ്ഞുതരാം. അമ്മ നീ പെട്ടെന്ന് പറഞ്ഞപ്പോ കേട്ടപ്പോ ഒരു വിഷമം ഉണ്ടായോണ്ടാണ് അമ്മയെ പറഞ്ഞ് ഞാൻ സമ്മതിച്ചോളാം. അച്ഛാ ഞാൻ പറഞ്ഞില്ലേ, ഇത് കുടുംബം മുഴുവൻ രക്ഷപ്പെടുന്ന കാര്യമാണ്. ഇതുപോലൊരു ജോലി എനിക്ക് ഇനി അതെ കിട്ടില്ല. അതെ, ഭാഗ്യമാണ്. അച്ഛൻ അറിയാം. നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞില്ലേ അമ്മയുടെ അടുത്ത്, ഞാൻ പറഞ്ഞോളാം. എന്നാലും ദേശത്തിലാണ് പോയിരിക്കുന്നത്. കുഴപ്പമില്ലെന്ന്. അത് പെട്ടെന്ന് കേട്ടപ്പോൾ ഉള്ള ഒരു വിഷമോ, നീ ഇങ്ങനെ വിട്ട് പെട്ടെന്ന് ദൂരോട്ട് പോകുന്നൊക്കെ പറയുമ്പോ ഏതൊരു അമ്മയ്ക്ക് വിഷമം തോന്നൂലേ? ഞാൻ വിചാരിച്ച അമ്മ നല്ല ഹാപ്പി ആയിരിക്കും ഞാൻ ഇത് പറയുമ്പോഴും. അതെ, അവള് അത് മാത്രമല്ല, അച്ഛന് ഓർമ്മയുണ്ട് എബ്രോഡിലൊക്കെ പോയ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് അമ്മയാണ്. അല്ല ഇന്ന് അതിന് കാര്യമുണ്ട്. അവള് കുറച്ച് വിഷമിച്ചാ വന്നത്. ഇതും കൂടെ കേട്ടപ്പോ അവൾക്കൊരു ഇതായി. അതാണ്. മോള് വിഷമിക്കണ്ട, ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞില്ലേ? ആ